ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ജബൽ സൗറാണ്. സൗർ എന്ന് പറഞ്ഞാൽ കാള എന്നാണ് അർത്ഥം. എന്താണ് ഈ പർവ്വതത്തിന് ജബൽ സൗർ എന്ന് പറയാൻ കാരണം? ഒരു കാള കിടക്കുന്നത് പോലെയാണ് ഒരു മനുഷ്യന് പഴയ കാലങ്ങളിൽ നമ്മളൊക്കെ കാളവണ്ടി എന്നാണ് പറയാറുള്ളത്. മറ്റുള്ളവർക്ക്, യാത്രക്കാർക്ക് ഒരു ഉപകാരപ്രദമായ രീതിയിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏർപ്പാട് കാളകൾക്കുണ്ടായിരുന്നു. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചപ്പോൾ എല്ലാ വൃക്ഷങ്ങളും മരങ്ങളും മലകളും മാമലകളും സർവ്വ വസ്തുക്കളും പുണ്യനബിക്ക് ചിറക് വിരിച്ചു കൊടുക്കുകയായിരുന്നു. അക്കൂട്ടത്തിലെ ഒരു കാള കിടക്കുന്നത് പോലെ തല ഉയർത്തിപ്പിടിച്ചിട്ട് എൻ്റെ ശരീരത്തിലേക്ക് കയറിക്കോളൂ എന്ന് പറയുമാർ വിധത്തിൽ ഒരു കാള കിടക്കുന്നത് പോലെ തല ഉയർത്തി കിടക്കുന്ന ഒരു പർവ്വതത്തിന്റെ അരികത്തേക്കാണ് നമ്മൾ പോകുന്നത്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മുത്തുനബിയുടെ കൂടെ സുഖത്തിലും ദുഃഖത്തിലും നിഴലുപോലെ മുത്തുനബിക്ക് പ്രൊട്ടക്റ്റായി നിന്നുകൊടുത്ത മഹാനാണ് അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബി തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ശത്രുക്കൾ ആട്ടി ഓടിക്കുമ്പോൾ നേരെ പോയത് അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്കാണ്. അബൂബക്കർ തങ്ങളുടെ വീട് നമ്മൾ കണ്ട ക്ലോക്ക് ടവറിന്റെ തൊട്ടപ്പുറത്ത് ബിന്ദാവൂദ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് നിൽക്കുന്നിടത്തായിരുന്നു അബൂബക്കർ തങ്ങളുടെ വീടുണ്ടായിരുന്നത്. ആ സ്ഥലത്തിന്റെ പേര് മിസ്ഫല എന്നാണ്. ആ റോഡിന്റെ പേര് ഷാറ ഹിജ്റ എന്നാണ്. മുത്തുനബി തങ്ങൾ ഹിജ്റ പോയ റോഡാണ്. മക്കക്കാർ ആട്ടി ഓടിച്ചപ്പോ ഹിജ്റ പോയി മദീനയിലേക്ക് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലൽ ഹിജ്റതു, നബി തങ്ങൾ പറയാൻ, ലൗലൽ ഹിജ്റതു ലകുൻതു റഅൻ മിൻ അൻസാർ എന്നാണ്. ഞാനെങ്ങാനും ഹിജ്റ പോയിരുന്നില്ല എങ്കിൽ ഞാൻ മദീനക്കാരായ അൻസ്വാരികളിൽപ്പെട്ടേനെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ മുഹാജിറാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ആളാണ്. അങ്ങനെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ചെന്ന് കഅബാലയത്തിന്റെ അടുത്ത്